സാറ് ജനിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ആണെന്നാണ്. കേരളത്തിൽ കൊല്ലത്താണ്. അപ്പം സാറിൻ്റെ ആ കുട്ടിക്കാലം മുതൽ സാർ ജനിച്ചതിന് ശേഷം വളർന്നു വന്ന വിവിധ സ്ഥലങ്ങളുമായിട്ടുള്ള അതിനെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാമോ? കൊല്ലത്ത് ജനിച്ച് അവിടെ ഒരു 5 വയസ്സ് വരെ ഞാൻ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടില്ല. ഈ നഴ്സറി എന്ന് പറയുന്ന അന്നില്ല, ആശാമ്പള്ളിക്കൂടമാണ്. അവിടെ ഒരു ആശാരി സാറിൻ്റെ കടയിലാണ്, അയാൾ വിറക് വിൽക്കുന്ന ആൾക്കാർ, അതുകൊണ്ട് ആശാരി സാറെന്ന് വിളിക്കും. അവിടെ പോയിട്ടാണ് നമ്മൾ അക്ഷരമൊക്കെ പഠിച്ചത്. അപ്പോൾ അയാൾ എന്നെ ഈ വിറകിൻ്റെ പുറത്തെ പൊളി വെച്ച് അടിക്കാൻ വരുന്നതൊക്കെ എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പോൾ അതാണ് കൊല്ലത്തെ ഒരു ജീവിത ഓർമ്മ. അവിടെ ഒരു മൈതാനമൊക്കെ ഉണ്ടായിരുന്നു, കടപ്പാക്കട എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഇന്നിപ്പോൾ അവിടെ ഒന്നും ഇല്ല, ആശ്രമമല്ല, ഇനി തൊട്ടിപ്പുറത്ത് ഇപ്പോൾ അവിടെ സ്പോർട്സ് ക്ലബ്ബൊക്കെ നിൽക്കുന്ന ഒരു മൈതാനമായിരുന്നു, അതില്ലിപ്പോൾ അത് മുഴുവൻ കടയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു മൈതാനം ഉണ്ടെന്ന് ഇപ്പോൾ ചിന്തിക്കാനൊന്നും നോക്കത്തില്ല. അപ്പോൾ അവിടെയായിരുന്നു അവിടെ ഞാൻ ജനിച്ചു. അപ്പോൾ 5ാം ക്ലാസ് വരെ, 5ാം ക്ലാസ്സിൽ 5 വയസ്സ് വരെ. ആ സമയത്ത് അമ്മയുടെ അമ്മ മരിച്ചു പോവുകയും അമ്മ കോന്നി എന്ന് പറയുന്ന പത്തനാപുരം, ഇന്ന് നമ്മുടെ പത്തനംതിട്ട ജില്ല എന്ന് പറയുന്ന, അന്ന് കൊല്ലം ജില്ല തന്നെയാണ്, അവിടെ അമ്മ പോയപ്പോൾ എന്നെ പോലെ ഞങ്ങളെല്ലാവരും ചെറിയ ആൾക്കാരാണ്, അതുകൊണ്ട് അവിടെ കൊണ്ടുപോയി അവിടുത്തെ സ്കൂളുകളിൽ വകയാർ, കൂടൽ, പത്തനാപുരം, പത്തനംതിട്ട, ഇങ്ങനെ 4 സ്ഥലത്തുള്ള സ്കൂളിൽ പഠിച്ചു. അത് ഒരു 9ാം ക്ലാസ്സിൻ്റെ പകുതി വരെ പഠിച്ചപ്പോൾ അവർ ആ സ്ഥലം വിറ്റപ്പോൾ അച്ഛൻ്റെ സ്ഥലം ആലപ്പുഴ ഹരിപ്പാട് കായംകുളം കായലിൻ്റെ തീരത്താണ്, ചിങ്ങോലി കാർത്തികപ്പള്ളി എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് വരുമ്പം അവിടെ റോഡ് ഇല്ല, അപ്പോൾ വെള്ളക്കെട്ടുമൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ തെങ്ങിനിടയിൽ കൂടെ സൈക്കിൾ ചവിട്ടി വരാം, പക്ഷെ അപ്പോൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചിട്ടില്ല. അത് കാരണം കൊണ്ട് 9ാം ക്ലാസ് ഞാൻ മാവേലിക്കര സ്കൂളിൽ, അവിടെ എൻ്റെ അമ്മയുടെ സഹോദരൻ ഡോക്ടർ തമ്പുരാൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിച്ചാണ് 9ാം ക്ലാസ് പാസ്സായത്. അപ്പോൾ അത് പാസ്സായതിന് ശേഷത്തിന് നമ്മൾ സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു. അപ്പോൾ 10ാം ക്ലാസ് ഹരിപ്പാട് ഹൈസ്കൂളിൽ പോയി. അങ്ങനെ ആലപ്പുഴ ഈ കായംകുളം കായലിൻ്റെ തീരത്താണ് പിന്നെ വളരുന്നത്. പ്രിഡിഗ്രി നങ്ങിയാറുകുളങ്ങര കോളേജിൽ, അവിടെ ഹരിപ്പാടിനടുത്താണ്. അത് കഴിഞ്ഞ് BA-ക്ക് SD കോളേജിൽ. ഇത് പഠിച്ചുകൊണ്ടിരുന്ന SD കോളേജിൽ നിന്ന് പാസ്സായി ഇറങ്ങിയപ്പോൾ വടക്കേ ഇന്ത്യയിലായിരുന്നു എൻ്റെ 2 ചേട്ടന്മാരും മെഡിസിൻ പഠിച്ചത്. SD കോളേജിലാണോ BA ചെയ്തു പൂർത്തിയാക്കിയില്ലെന്ന് പറഞ്ഞത്? അല്ല, അത് BA ചെയ്ത് പൂർത്തിയാക്കി. MA ആണ് പൂർത്തിയാക്കിയത്. MA-ക്ക് ഞാൻ വടക്കേ ഇന്ത്യയിൽ പഠിക്കണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അവർ 2 പേരും വടക്കേ ഇന്ത്യയിൽ പഠിച്ചിരുന്നത്, 2 ചേട്ടന്മാർ മെഡിസിൻ പഠിക്കാനും ഈ ടാറ്റയുടെ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു ജംഷഡ്പൂർ, അവിടെയായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ അവരിങ്ങനെ വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സ്വീകരണം. അപ്പോൾ നമുക്ക് തോന്നി പുറത്തൊക്കെ പോയി പഠിച്ചാൽ നമുക്ക് ഒരിച്ചിരി സ്വീകരണമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ച് പോയെന്നേ ഉള്ളൂ, അല്ലാതെ ഒരു കാര്യമൊന്നുമില്ല. അപ്പോൾ ഡൽഹി പോയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് അവിടെ ചെന്നപ്പോൾ എനിക്ക് ആവശ്യത്തിന് മാർക്കില്ല, 50% മാർക്ക് വേണം, 49 ഉള്ളൂ. അപ്പോൾ പിന്നെ അവിടുന്ന് കിട്ടാതെ മീററ്റിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ പോയി അത് പഠിച്ചു തോന്നിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെയല്ല വിദ്യാഭ്യാസമൊക്കെ വേണ്ടതെന്നൊക്കെ, അത് BA-ക്ക് പഠിക്കുമ്പോൾ തൊട്ട് എനിക്ക് പ്രശ്നം ആരംഭിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് എഴുതണ്ടെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ വേറെ എന്ത് ചെയ്യണമെന്നുള്ള അറിവ് അപ്പോൾ ഇല്ല, ഇങ്ങനെയല്ല പഠിക്കേണ്ടതെന്നുള്ള അറിവ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്ന് വേറെ കാര്യങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്ത് BA-ക്കൊക്കെ MA-ക്ക് എത്തിയപ്പോഴത്തേന് ഞാൻ ഈ പഠിത്തം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അത് അവസാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും പിന്നെ പോയി ബാംഗ്ലൂർ പോയി ഒരു ബിസിനസ് മാനേജ്മെൻ്റ് ഒരു കോഴ്സ് ചുമ്മാതെ പഠിച്ചു. എന്ത് ചെയ്യണമെന്ന് സത്യത്തിൽ അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് ഒരു പ്രോസ്പെക്ടസ്. അപ്പോൾ നമ്മുടെ ജയശ്രീ മാമിനെയൊക്കെ കണ്ടുമുട്ടുന്ന ഏത് കാലഘട്ടത്തിലാണ്? അതിന് ശേഷമൊക്കെയാണ്. ആ സമയത്ത് ഞാൻ ഒരു 21 വയസ്സേ ആയിട്ടുള്ളല്ലോ. അപ്പോൾ ഞാൻ പരീക്ഷ എഴുതി, പരീക്ഷ ഇഷ്ടമുള്ളതൊക്കെ എഴുതുകയായിരുന്നു. പരീക്ഷയ്ക്കകത്ത് ചോദ്യമൊക്കെ വേറെയാണ്. എനിക്ക് താല്പര്യമുള്ള വിദ്യാഭ്യാസം എന്താണ്, ഇതൊക്കെയാണ് എഴുതി. വിദ്യാഭ്യാസം എന്താണ്, പിന്നെ ലോക സമാധാനം, വേൾഡ് യുദ്ധം ഒഴിവാക്കണം, വേൾഡ് ഗവൺമെൻറ് ഉണ്ടാക്കണം. അപ്പം റസലൊക്കെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെയായിരുന്നു വലിയ വിഷയം, അതൊക്കെ പഠിക്കണമെന്ന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സൈക്കോളജിയൊക്കെ വായിച്ചു തുടങ്ങിയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് അതിനെപ്പറ്റിയൊക്കെ മനഃശാസ്ത്രപരമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനെ പറ്റിയൊക്കെ എഴുതി, ഇങ്ങനെയൊക്കെ എഴുതി ആണ് പോരുന്നത്. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ അതുവഴി അങ്ങ് പോയി. ഞാൻ മനസ്സിലാക്കിയത് അതിനുശേഷം ഞാൻ ഒരു പ്രോസ്പെക്ടസ് വീട്ടിൽ വരുന്നുണ്ട്. അത് നാരായണ ഗുരുകുലം എന്ന് പറയുന്ന സ്ഥാപനമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അതിനകത്ത് വിദ്യാഭ്യാസം ആണ് അവരും അഡ്രസ്സ് ചെയ്യുന്നത്. സർട്ടിഫിക്കറ്റ് ഇല്ലാതെ
മതിലുകളില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ഇഷ്ടമുള്ള പഠിപ്പിക്കാൻ കഴിവുള്ളവരുടെ കൂടെ ജീവിച്ചു പഠിക്കുക. ഇതാണ് അതിൻ്റെ കീ. അപ്പോൾ അത്രയും കേട്ടപ്പോൾ ഭയങ്കര കൊതിയായിപ്പോയി. അപ്പോൾ എനിക്കാണ് ഈ സന്യാസമോ ദൈവത്തിന് ഒന്നും എനിക്ക് ഒരു താല്പര്യമില്ലാത്ത ആളാണ്. പക്ഷെ ഇത് എന്നെ വലിയ സ്വാധീനിച്ചു. ആ പ്രോസ്പെക്ടസ് വായിക്കുമ്പോൾ അതിനകത്ത് ഇക്കോളജിയെ പറ്റി എഴുതിയിട്ടുണ്ട്, വേൾഡ് ഗവൺമെൻറ്റിനെ പറ്റി എഴുതിയിട്ടുണ്ട്, വൺ വേൾഡ് എക്കണോമിക്സിനെ പറ്റി പറയുന്നുണ്ട്. ഇങ്ങനെ ഒത്തിരി സാധനങ്ങൾ അതിനകത്ത് എഴുതപ്പെട്ടിട്ടുള്ള ഒരു പ്രോസ്പെക്ടസ്. അത് നിങ്ങളും അത് ഇന്ന് വായിച്ചാൽ നിങ്ങളും അത് അവിടെ പോയി പഠിക്കണമെന്ന് ആലോചിച്ചു പോകും. അത്രയും വിഷയങ്ങൾ വ്യത്യസ്തമായ, പ്രത്യേകിച്ച് ഈ വിദ്യാഭ്യാസത്തിനെ പറ്റി അതിനകത്ത് എഴുതിയിരുന്ന കാര്യവും മനഃശാസ്ത്രപരമായ സമീപനമൊക്കെ ആയിരുന്നു. അപ്പം നിത്യനിയതി എന്ന് പറയുന്ന ആൾ നടത്തുന്ന ഗുരുകുലത്തിനകത്തേക്ക്, അപ്പം ഞാൻ അങ്ങനെ അവിടെ പോയി അതിനകത്ത് ചേരുക ചെയ്തു. അവിടെ ചേർന്ന് കുറേ നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ ഇന്ത്യൻ ഫിലോസഫിയാണ് ഇതിൻ്റെ ബേസിക്കായിട്ട്. അത് തന്നെ നാരായണ ഗുരുകുലത്തിനകത്ത് നാരായണ ഗുരുവിൻ്റെ ഫിലോസഫിയാണ് അടിസ്ഥാനപരമായിട്ട് ഇത് ഉപയോഗിക്കുന്നത്. അതിന് അവർ എൻവിസേജ് ചെയ്യുന്നതാണ് അതിൻ്റെ പേര് ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ദ സയൻസ് ഓഫ് ദ അബ്സല്യൂട്ട് എന്നാണ്. അപ്പോൾ അബ്സല്യൂട്ടൊന്നും നമുക്ക് മനസ്സിലായില്ല, സയൻസ് കൊള്ളാമെന്ന് അറിയാമെന്നാണ്. അതൊന്ന് വായിക്കുകയും പഠിക്കുകയും ചെയ്ത് കളയാമെന്ന് വിചാരിച്ച് അവിടെ പോയി ചേർന്നതാണ്. ചേർന്നപ്പോഴാണ് പിന്നെ ഈ ഫിലോസഫിയുടെ ലോകം മുഴുവനും കൂടെ തുറക്കുന്നത്. സാർ, അടുത്തൊരു ഘട്ടത്തിലേക്ക് ഞാൻ ചോദിക്കുകയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാമിനെ അറിയാൻ കുറച്ചുകൂടി കൗതുകമുള്ളൊരു കാര്യം, മനസ്സിലായി മാമിനെ നമ്മൾ ജയശ്രീ ഫിലോസഫിയായിട്ട് ബന്ധപ്പെട്ട് ഗുരുകുലത്തിനകത്ത് ഇല്ല, അവർ പഠിക്കുന്ന സമയത്ത് നിത്യനിയതി എഴുതുകയും പറയും. നിത്യനിയതിക്ക് മുമ്പ് തന്നെ നടരാജഗുരു എന്ന് പറയുന്ന ഒരു ഗുരുവാണ് ഇത് തുടങ്ങിയത്, ഗുരുകുലം തുടങ്ങിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ആണ് ഈ ഗുരുകുലത്തിനകത്തുണ്ടായിരുന്നത്. അപ്പോൾ നടരാജഗുരു ഡോക്ടർ പൽപ്പുവിൻ്റെ മകനാണ്. നാരായണ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമശീർഷനായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവായ ആളായിരുന്നു. അപ്പോൾ ഈ നാരായണ ഗുരുവിൻ്റെയും ശിഷ്യനായിട്ടാണ് ഈ നടരാജഗുരു വരുന്നത്. പക്ഷെ അദ്ദേഹം ഫോർമലായിട്ടുള്ള വിദ്യാഭ്യാസം നേടി സോർബൺ യൂണിവേഴ്സിറ്റിയിൽ ഫ്രാൻസിൽ പോയി പഠിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് റൂസോയെ പറ്റിയൊക്കെ പഠിക്കുകയും ബെർഗ്സൺ എന്ന് പറയുന്ന ഫിലോസഫറൊക്കെ ജീവിച്ചിരിക്കുന്ന കാലമാണ്. സയൻറ്റിഫിക് എൻക്വയറി ആവശ്യമാണെന്നും, പക്ഷേ അതേ സമയത്ത് ആ തരത്തിലുള്ളൊരു സയൻറ്റിഫിക് എൻക്വയറി നമ്മുടെ അറിവിലുണ്ടാക്കുന്നതാണ് നാരായണ ഗുരുവിൻ്റെ ഫിലോസഫി എന്ന് കണ്ടെത്തിയിട്ടാണ്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ സയൻസിനെയും ജീവിതത്തിനെയും ലോകത്തിനെയും പറ്റിയൊക്കെ നടരാജഗുരു എഴുതുകയും പറയുകയൊക്കെ ചെയ്താണ് ഈ ഗുരുകുലമുണ്ടാക്കിയത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടാണ് നിത്യനിയതി ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവരെ കാണാനായിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്നത്തെ മാസികകളിലൊക്കെ എഴുതി വരും, അച്ചടിച്ചും ഒക്കെ വരും. ജയശ്രീ ഇതൊക്കെ വായിച്ചിട്ട് കുട്ടിക്കാലത്ത് തന്നെ ഗുരുകുലത്തിലുള്ള അവരെ കാണാനായിട്ട്, അവിടുത്തെ ഗുരുക്കന്മാരെ കാണാനായിട്ട് അവർ കൊല്ലത്ത് എഴുകോൺ സ്ഥലത്താണ്, അവിടെ നിന്ന് വർക്കല വന്ന് ഇവരെ കാണുന്നുണ്ട്. അത് ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പേ തന്നെ അവരവിടെ പോകുന്നവരാണ്. അപ്പോൾ അവർ പഠിക്കുന്നുണ്ട്. അവർ MSc കഴിഞ്ഞിട്ടാണ് MBBS പഠിച്ചത്. അപ്പോൾ പക്ഷേ അവർക്കൊരു ഫിലോസോഫിക്കൽ എൻക്വയറി ഉള്ളവരായിരുന്നു. ആ എൻക്വയറി കാരണം കൊണ്ട് നിത്യനിയതിയായിട്ടുള്ള നടരാജഗുരുവൻ മരിച്ചതിന് ശേഷവും നിത്യനിയതി അടുത്ത ഗുരുവായിട്ട് വന്ന നിത്യനിയതിയായിട്ടും ഒരു ബന്ധം ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യോത്തരങ്ങൾ, കാരണം അത് ഗുരുകുലത്തിനകത്തുണ്ട്, മറ്റുള്ള ഒരു ആശ്രമം പോലെ അല്ല, ഒരു എൻക്വയറി ഉള്ള പലതരത്തിലുള്ള വിദ്യാഭ്യാസ ഇതൊക്കെയുള്ള. ഈ സമയത്ത് ഈ ജയശ്രീ അവിടെ വരുന്ന സമയത്തൊക്കെ ഞാൻ അവിടെ വേറൊരാൾ അവിടെ ആയിട്ട് താമസിച്ച് പഠിക്കുന്ന ആളാണ്. പക്ഷേ ഞങ്ങൾക്ക് അന്ന് പരിചയമൊന്നുമില്ല. ഒരിക്കൽ മാത്രം ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ട്. ഇവിടുന്ന് മെഡിസിൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു 4 പേരുമായിട്ട് ജയശ്രീ അവിടെ വരുന്ന ഒരു 4 കൂട്ടുകാരൻ. അല്ല, അന്ന് വളരെ യാദൃച്ഛികമായിട്ട് അന്ന് അവരവിടെ വരുമ്പോൾ ആ 4 പേരും കൂടെ ഒന്നിച്ച് അവിടെ വന്ന് എന്നോട് സംസാരിച്ച് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ അന്നൊന്നും ജയശ്രീയായിട്ട് ഒരു ബന്ധമില്ല, ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ജയശ്രീക്ക് എന്നോട് കൗതുകം തോന്നി എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടി. ജയശ്രീയാണ് എന്നെ സത്യത്തിൽ തിരഞ്ഞെടുത്തത്. അത് വേറൊരു ഇതായിട്ടാണ് വരുന്നത്. അപ്പോൾ ജയശ്രീ നിത്യനിയതിയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർഷത്തിലൊരിക്കലൊക്കെ കാണും. ആ കാണുന്ന സമയത്ത് ഒരിക്കൽ ജയശ്രീ അപ്പോൾ MSc കഴിഞ്ഞിട്ട് MBBS പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇങ്ങനെ വെറുതെ ചോദിച്ചു, നിങ്ങൾ വിവാഹമൊന്നും കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞ് പറ്റിയ ആളിനെ കിട്ടാത്തതുകൊണ്ടാണ്. അപ്പം വെറുതെ കൗതുകത്തിന് അദ്ദേഹം അടുത്ത ചോദ്യം തന്നെ, ആരാണ് ഈ പറ്റിയ ആൾ എന്ന് ചോദിച്ചപ്പോൾ ഇത് അവർ പറഞ്ഞിട്ട് എനിക്കറിയുന്ന കാര്യമാണ്, ഞാനവിടെ ഉള്ള ആളല്ല.
അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു മൈത്രേനെ പോലുള്ള ആൾക്കാരെ എനിക്കിഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴത്തേനും ഗുരുകുലം വിട്ടു പോയി കഴിഞ്ഞു. ശരിക്കും മനസ്സിലുള്ള ഇഷ്ടം ആദ്യം പറയുന്ന ഒരു പക്ഷേ അദ്ദേഹത്തോടായിരിക്കും. അതെ, അങ്ങനെ തന്നെയാണ്. ജയശ്രീ ഒരു കത്ത് ഞാൻ ഗുരുകുലം വിട്ടുപോയി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു കത്ത് എനിക്ക് വന്നിട്ടുണ്ട്. അത് ഞാനിങ്ങനെ നിങ്ങളിങ്ങനെ ഗുരുകുലം വിട്ടുപോയി തന്നെത്താനെ വിവാഹം കഴിച്ച് ജീവിക്കാൻ പോയി എന്ന് ഇവിടെ ഗുരുകുലത്തിൽ പറയുന്നത് കേട്ടു, ഉള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ല, ഞാൻ ഗുരുകുലത്തിൽ നിന്ന് പോന്നു എന്നുള്ളതേ ഉള്ളൂ, സന്യാസിയായിട്ട് തന്നെ തുടരുകയാണ്. അപ്പോൾ അങ്ങനെ ആയിരുന്നു അന്ന്. ഒരു 3 വർഷത്തോളം ഞാൻ അങ്ങനെ ജീവിക്കുന്നുണ്ട്. ഗുരുകുലം വിട്ടിട്ടും ആ ജീവിതം അങ്ങനെ മാറി എന്ന് പറയത്തക്കവണ്ണം ആയിട്ടില്ലാത്ത, വേറെ ഒന്ന് തുടങ്ങിയിട്ടില്ലാത്ത കാലമാണ്. അപ്പം ഞാൻ അങ്ങനെ മറുപടി എഴുതി. പിന്നീടാണ് ഞാൻ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അന്ന് നക്സലൈറ്റുകളായിട്ടുള്ള ഒരു വലിയ സംഘം എൻ്റെ കൂടെ, അവർ സുഹൃത്തുക്കൾ, അവരെ ഞാൻ വന്ന് കാണുന്നുണ്ട്. രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഗുരുകുലം വിടുന്നത്. അത് കാരണം കൊണ്ട് സ്വാഭാവികമായി എൻ്റെ കൂട്ടുകാർ, എൻ്റെ കൂടെ പഠിച്ചതിൽ ഒരുത്തൻ നക്സലൈറ്റ് പാർട്ടിയിലുള്ള ആളായിരുന്നു. ഞാൻ അയാളെ കാണാൻ വരുമ്പോൾ അയാൾ അത് വിട്ടിട്ട് വന്നിരിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞ് ഇങ്ങനെ കുറച്ച് പേരിങ്ങനെ പാർട്ടി വിട്ട് വന്നിരിക്കുന്നവരുണ്ട്, നമുക്ക് അവരെല്ലാം കാണാം. അങ്ങനെ പോയി അവരെയൊക്കെ കാണുകയും അവരുമായി ചേർന്നിട്ടാണ് പിന്നെ ഞാൻ പഠിക്കുക. അപ്പോഴാണ് ആദ്യമായിട്ട് മാർക്സിസമൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തത്. അപ്പം അവരിങ്ങനെ പറഞ്ഞ സമയത്ത് ഒരു ഇൻസിഡൻ്റ് ഉള്ളതാണ് ഇത്. അത് പറയണമെങ്കിൽ ഇത് അറിയണം. അപ്പം അങ്ങനെ ഈ കൂട്ടുകാരുമായി ചർച്ച ചെയ്യുമ്പോഴാണ് ഈ സന്യാസിയായിട്ട് ജീവിക്കുന്ന, ഒറ്റയ്ക്ക് ഇങ്ങനെ ജീവിക്കുന്നതൊന്നും നല്ലതല്ല എന്നൊക്കെയുള്ള ഡിസ്കഷൻ വരികയും ഒരു സ്ത്രീയോടൊത്ത് ജീവിക്കുന്നതാണ് മനുഷ്യർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരു ഇണയോട്, സ്ത്രീയോടെന്നുള്ള അർത്ഥം പോലും അല്ല, ഇണയോടൊത്ത് ജീവിക്കുക എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അങ്ങനെ ഡിസ്കഷൻ വന്ന സമയത്ത് ഫെമിനിസ്റ്റ് സങ്കല്പങ്ങളൊക്കെ ഞങ്ങളുടെ ഇടയിൽ മാർക്സിസവുമായിട്ട് ബന്ധപ്പെട്ട് ഫെമിനിസം എന്താണെന്ന് പഠിക്കുന്ന ഒരു ചർച്ചയും കാര്യങ്ങളും ഭയങ്കര ശക്തമായിട്ട് വന്നു. അപ്പോൾ ഒരാളുടെ കൂടെ ജീവിക്കണം എന്നുള്ളത്, അപ്പം ഇഷ്ടപ്പെട്ടൊക്കെ ജീവിക്കണം എന്നൊക്കെ ആലോചിച്ച് ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടുള്ള അവിടെയൊക്കെ വരുന്ന പെൺകുട്ടികളെന്ന് പറയുന്നവരൊക്കെ ഞാനുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനൊന്നും പറ്റത്തില്ല. കാരണം നമ്മൾ ചിന്തിക്കുന്നതൊക്കെ വേറെ കാര്യങ്ങളല്ലേ. അപ്പം പെൺകുട്ടികളൊക്കെ വന്ന് ചിരിക്കുമ്പോൾ നമ്മളവരോട് മിണ്ടുമ്പോൾ അവർ പേടിച്ചിട്ട് നാട് കുട്ടികളായിട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരാളെ, ഒരു ഇണയെ കണ്ടുപിടിക്കുക അത്ര എളുപ്പമല്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ഗുരുകുലത്തിലൊക്കെ എന്നോട് ഇഷ്ടം പ്രകടിപ്പിച്ച പെൺകുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരാൾ അവിടെ ഉണ്ട്. അപ്പോൾ അവരോടൊന്ന് ചോദിച്ച് ചിലപ്പോൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു കത്തായി എഴുതി അവർക്ക് അയച്ച്, ഞാനിങ്ങനെ ഒരു സ്ത്രീയോടൊത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ കൂടെ വന്ന് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാനൊരു കത്തയച്ച്. ഈ കത്തുകളെല്ലാം ഗുരുകുലത്തിൽ ചെല്ലുന്നത് ഒന്നിച്ച് ഈ ഗുരുവിൻ്റെ മേശപ്പുറത്താണ്. അപ്പം ഞാനിങ്ങനെ കത്തിൻ്റെ പുറകിൽ ഒരു ഒപ്പിടും. എൻ്റെ ഒപ്പൊരു സവിശേഷമായിട്ടുള്ളൊരു ഒപ്പാണ്. എൻ്റെ വലിയ രീതിയിലൊക്കെ എഴുതും. അപ്പോൾ അത് കാരണം കൊണ്ട് അതിങ്ങനെ ആൾക്കാർക്ക് കണ്ട ഉടനെ തന്നെ ഞാനാണ് അത് എഴുതിയതെന്ന് കാണുന്ന അവിടെ ഗുരുകുലത്തിൽ അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഒപ്പ്. അപ്പോൾ എഴുതി ഗുരുവായിരുന്ന അദ്ദേഹം ഇതിങ്ങനെ, മൈത്രേൻ്റെ കത്ത് നിനക്ക് വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. കത്തിനകത്ത് ഇതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരതിങ്ങനെ വായിച്ചിട്ട്, ഇതും പറഞ്ഞറിയാവുന്ന അറിവാണേ എനിക്ക്, ഞാനവിടെ ഇല്ലല്ലോ. അവർ അവരിങ്ങനെ അപ്പം കത്ത് വായിക്കുമ്പോൾ അവർ എൻ്റെ കൂടെ വന്ന് ജീവിക്കാൻ പറ്റുമെന്ന് ചോദിക്കുന്ന ചോദ്യമല്ലേ. അപ്പോൾ അവരത് എതിയുടെ കൊടുത്തു. എതി അതിങ്ങനെ വായിച്ചിട്ട് പറഞ്ഞു, നിനക്കിഷ്ടമുണ്ടെങ്കിൽ പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോകുന്നില്ല പറഞ്ഞിട്ട്, കാരണം അങ്ങനത്തെ ഒരു ഡയലോഗ് പിന്നെ അവിടെ അവർ അല്ല ഞാൻ പോവായുള്ള ഇവിടെ നിന്ന് പറയത്തില്ലല്ലോ. സോ അത് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഞാൻ നേരിട്ട് പോയിരുന്നെങ്കിൽ വേറെ ആയിരിക്കും. പക്ഷെ അന്ന് അങ്ങനെയാണ്. അപ്പോൾ ഈ കത്തിന് അവർ മറുപടി എഴുതി, ഞാൻ ഇവിടെ തന്നെ തുടരുകയാണ്, വരുന്നില്ല. അതങ്ങനെ തീർന്നു. ഇത് എനിക്കറിയാം, ഞാനിങ്ങനെ ഒരു കത്ത് ഇവർക്ക് അയച്ചത്. ഈ സമയത്താണ് ഈ ജയശ്രീയോട് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോഴാണ് പറയുന്നത് മൈത്രേനെ പോലെ ഒരാളെ. അപ്പോൾ എതി ഉടനെ തന്നെ ഒരു കത്ത് എനിക്ക് എഴുതിയിരുന്നു, നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് അവിടെ മെഡിക്കൽ കോളേജിലുണ്ട്. അപ്പോൾ ഞാൻ മറുപടി എഴുതി, എന്താണ്, സന്യാസിയെ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ആ തരത്തിൽ ഫിലോസഫിയൊക്കെ ആയിട്ടിരുന്ന ഒരാളിനെ ഇഷ്ടപ്പെടുന്ന ആളിനെ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ ഹരിപ്പാടൊന്നും ഇവിടെ വന്നു ജയശ്രീയെ മെഡിക്കൽ കോളേജിൽ കാണും. അപ്പോൾ ജയശ്രീ ഇങ്ങനെ യതി കത്തയച്ചിട്ടാണെന്ന് പറഞ്ഞിട്ട്, അപ്പം ഞാൻ അന്ന് ഫെമിനിസ്റ്റ് പുസ്തകങ്ങളൊക്കെയാണ് വായിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിലൊരു പുസ്തകം പിടിച്ചോണ്ടാണ് വരുന്നത്. അത് ജയശ്രീക്ക് കൊടുക്കുക. അപ്പോൾ ജയശ്രീ അന്ന് ഫിലോസഫിയൊക്കെ വായിക്കുന്ന, സയൻസും ഫിലോസഫിയാണ് ജയശ്രീക്ക് താല്പര്യം. അത് വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാനിത് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ 2 വർഷം
തീവ്രമായ ഫിലോസോഫിക്കലും പൊളിറ്റിക്കലുമായിട്ടുള്ള ഭയങ്കര ചർച്ചയാണ്. സത്യത്തിൽ പ്രണയം എന്ന് പറയുന്ന മുഴുവനും ഫിലോസഫി മഴക്കുവാണ്. അതായത് ശരിക്കും ആശയങ്ങളോടുള്ള ഇഷ്ടമാണ് നിങ്ങളെ കണക്ട് ചെയ്തത്. ആശയങ്ങൾ അവർ തമ്മിൽ അവരെന്നെയാണല്ലോ കണ്ടെത്തുന്നത്. അപ്പോൾ അവരുടെ സെലക്ഷൻ അകത്ത് മാത്രമാണ് ഞാനുണ്ടായത്.